എനിക്കൊരു പ്രശ്നമുണ്ട്. ഐ ഹാവ് എ പ്രോബ്ലം. ഐ ഹാവ് എ പ്രോബ്ലം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണുള്ളത്? വാട്ട് പ്രോബ്ലം ഡു യു ഹാവ്? വാട്ട് പ്രോബ്ലം ഡു യു ഹാവ്? എനിക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയില്ല. ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഹാവ് യു ബീൻ പ്രാക്ടീസിങ്? ഹാവ് യു ബീൻ പ്രാക്ടീസിങ്? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, പക്ഷേ എനിക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പ്രയാസമാണ്. ഐ പ്രാക്ടീസ് ബട്ട് ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി. ഐ പ്രാക്ടീസ് ബട്ട് ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി. നിങ്ങൾ എത്ര കാലമായി പ്രാക്ടീസ് ചെയ്യുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ പ്രാക്ടീസിങ്? ഹൗ ലോങ് ഹാവ് യു ബീൻ പ്രാക്ടീസിങ്? ഞാനിപ്പോൾ 1 മാസമായി പ്രാക്ടീസ് ചെയ്യുന്നു. ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ഫോർ എ മന്ത് നൗ. ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ഫോർ എ മന്ത് നൗ. ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സമയമെടുക്കും. ബിൽഡിംഗ് കോൺഫിഡൻസ് ടേക്സ് ടൈം. ബിൽഡിംഗ് കോൺഫിഡൻസ് ടേക്സ് ടൈം. എത്ര സമയമെടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? അതിന് നിരവധി മാസങ്ങൾ എടുത്തേക്കാം. ഇറ്റ് ക്യാൻ ടേക്ക് സെവറൽ മന്ത്സ്. ഇറ്റ് ക്യാൻ ടേക്ക് സെവറൽ മന്ത്സ്. ശരി, ഓക്കെ. എല്ലാ ദിവസവും എത്ര സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു? ഹൗ ലോങ് ഡു യു പ്രാക്ടീസ് എവറി ഡേ? ഹൗ ലോങ് ഡു യു പ്രാക്ടീസ് എവറി ഡേ? ദിവസവും 1 മണിക്കൂർ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഐ പ്രാക്ടീസ് ഫോർ ആൻ അവർ എവറി ഡേ. ഐ പ്രാക്ടീസ് ഫോർ ആൻ അവർ എവറി ഡേ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഡു യു ഹാവ് സംവൺ ടു പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത്? ഡു യു ഹാവ് സംവൺ ടു പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത്? ശരിക്കും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. നോട്ട് റിയലി, ഐ പ്രാക്ടീസ് എലോൺ. നോട്ട് റിയലി, ഐ പ്രാക്ടീസ് എലോൺ. നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഹൗ ഡു യു പ്രാക്ടീസ്? ഹൗ ഡു യു പ്രാക്ടീസ്? ഞാൻ നിങ്ങളുടെ ചാനൽ ശ്രദ്ധയോടെ കാണുന്നു. ഐ കെയർഫുള്ളി വാച്ച് യുവർ ചാനൽ. ഐ കെയർഫുള്ളി വാച്ച് യുവർ ചാനൽ. ഓ, ഇപ്പോൾ എനിക്ക് പ്രശ്നം മനസ്സിലായി. ഓ, നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. ഓ, നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. എന്ത് പ്രശ്നം? വാട്ട് പ്രോബ്ലം? വാട്ട് പ്രോബ്ലം? നിങ്ങൾ സംസാരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നം. ദ പ്രോബ്ലം ഈസ് യു ആർ നോട്ട് പ്രാക്ടീസിങ് സ്പീക്കിംഗ്. ദ പ്രോബ്ലം ഈസ് യു ആർ നോട്ട് പ്രാക്ടീസിങ് സ്പീക്കിംഗ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ? വാട്ട് ഡു യു മീൻ? ഒഴുക്കോടെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി യു നീഡ് പ്രാക്ടീസ് സ്പീക്കിംഗ്. ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി യു നീഡ് പ്രാക്ടീസ് സ്പീക്കിംഗ്. അപ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യും? സോ ഹൗ ഡു ഐ പ്രാക്ടീസ് സ്പീക്കിംഗ്? സോ ഹൗ ഡു ഐ പ്രാക്ടീസ് സ്പീക്കിംഗ്? കേൾക്കുക, പിന്നെ കേൾക്കുന്നത് ആവർത്തിക്കുക എന്നതാണ് ആദ്യപടി. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ലിസൺ, ദെൻ റിപ്പീറ്റ് വാട്ട് യു ഹിയർ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ലിസൺ, ദെൻ റിപ്പീറ്റ് വാട്ട് യു ഹിയർ. ശരി, ഞാൻ കേൾക്കണം എന്നിട്ട് അത് ഉറക്കെ പറയണം. ഓക്കെ, ഐ വോണ്ട് ടു ലിസൺ ആൻഡ് ദെൻ സേ ഇറ്റ് ഔട്ട് ലൗഡ്. ഓക്കെ, ഐ വോണ്ട് ടു ലിസൺ ആൻഡ് ദെൻ സേ ഇറ്റ് ഔട്ട് ലൗഡ്. അങ്ങനെ തന്നെ. എക്സാക്ട്ലി, എക്സാക്ട്ലി. നന്ദി. വേറെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? താങ്ക്സ്. എനി അതർ ടിപ്സ്? താങ്ക്സ്. എനി അതർ ടിപ്സ്? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറ്റു ടിപ്സുകൾ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഐ വിൽ ഷെയർ അതർ ടിപ്സ്. സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഐ വിൽ ഷെയർ അതർ ടിപ്സ്. ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യും. I'll do it right now. I'll do it right now. ഞാനിപ്പോൾ പോകട്ടെ. ഷാൽ ഐ ലീവ് നൗ? ഷാൽ ഐ ലീവ് നൗ? ഇല്ല, വെയിറ്റ് ചെയ്യൂ. മറ്റൊരു പ്രശ്നമുണ്ട്. നോ വെയിറ്റ്, ദർ ഇസ് അനദർ പ്രോബ്ലം. നോ വെയിറ്റ്, ദർ ഇസ് അനദർ പ്രോബ്ലം. ശരിക്കും എന്താണ് പ്രശ്നം? വാട്ട് എക്സാക്ട്ലി ഈസ് ദ പ്രോബ്ലം? വാട്ട് എക്സാക്ട്ലി ഈസ് ദ പ്രോബ്ലം? എൻ്റെ പ്രിൻ്റർ പ്രവർത്തിക്കുന്നില്ല. മൈ പ്രിൻ്റർ ഈസ് നോട്ട് വർക്കിംഗ്. മൈ പ്രിൻ്റർ ഈസ് നോട്ട് വർക്കിംഗ്. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഈസ് ഇറ്റ് കണക്റ്റഡ് ടു യുവർ കമ്പ്യൂട്ടർ? ഈസ് ഇറ്റ് കണക്റ്റഡ് ടു യുവർ കമ്പ്യൂട്ടർ? അതെ, ഉണ്ട്. പക്ഷെ അത് പ്രിൻ്റ് ചെയ്യുന്നില്ല. യെസ് ഇറ്റ് ഈസ്, ബട്ട് ഇറ്റ് ഡസൻ പ്രിൻ്റ്. യെസ് ഇറ്റ് ഈസ്, ബട്ട് ഇറ്റ് ഡസൻ പ്രിൻ്റ്. പ്രിൻ്ററിൽ പേപ്പർ ഉണ്ടോ എന്ന് പരിശോധിച്ചോ? ഹാവ് യു ചെക്ക്ഡ് ഇഫ് ദർ ഇസ് പേപ്പർ ഇൻ ദ പ്രിൻ്റർ? ഹാവ് യു ചെക്ക്ഡ് ഇഫ് ദർ ഇസ് പേപ്പർ ഇൻ ദ പ്രിൻ്റർ? അതെ, പേപ്പർ ഉണ്ട്, പക്ഷെ ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നില്ല. യെസ് ദർ ഇസ് പേപ്പർ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഡസൻ വർക്ക്. യെസ് ദർ ഇസ് പേപ്പർ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഡസൻ വർക്ക്. നിങ്ങളത് ഓഫാക്കി വീണ്ടും ഓണാക്കാൻ ശ്രമിച്ചോ? ഡിഡ് യു ട്രൈ ടേണിംഗ് ഇറ്റ് ഓഫ് ആൻഡ് ഓൺ അഗെയിൻ? ഡിഡ് യു ട്രൈ ടേണിംഗ് ഇറ്റ് ഓഫ് ആൻഡ് ഓൺ അഗെയിൻ? ഇല്ല, ഞാൻ ചെയ്തില്ല. ഞാനത് ഇപ്പോൾ ശ്രമിക്കാം. നോ ഐ ഡിഡിൻറ്റ്. ഐ ട്രൈ ദാറ്റ് നൗ. നോ ഐ ഡിഡിൻറ്റ്. ഐ ട്രൈ ദാറ്റ് നൗ. ശരി, നിങ്ങളത് ട്രൈ ചെയ്ത് എന്നെ അറിയിക്കൂ. ഓക്കെ, ട്രൈ ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ. ഓക്കെ, ട്രൈ ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ. ഞാനത് ചെയ്യാം. നന്ദി. ഐ വിൽ ഡു ദാറ്റ്. താങ്ക്സ്. ഐ വിൽ ഡു ദാറ്റ്. താങ്ക്സ്. ഇപ്പോൾ ഞാൻ പോകട്ടെ. നൗ മേ ഐ ലീവ്? നൗ മേ ഐ ലീവ്? ഇല്ല, എനിക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. നോ, ഐ ഹാവ് അനദർ പ്രോബ്ലം. നോ, ഐ ഹാവ് അനദർ പ്രോബ്ലം. നിങ്ങൾക്ക് മറ്റെന്താണ് പ്രശ്നം? വാട്ട് അതർ പ്രോബ്ലം ഡു യു ഹാവ്? വാട്ട് അതർ പ്രോബ്ലം ഡു യു ഹാവ്? എനിക്കെൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഐ കാൺ സ്റ്റാർട്ട് മൈ കാർ. ഐ കാൺ സ്റ്റാർട്ട് മൈ കാർ. നിങ്ങളുടെ കാറിൽ പെട്രോൾ ഉണ്ടോ?
Does your car have petrol? Does your car have petrol? അത് എൻ്റെ കാറിൽ പെട്രോൾ ഉണ്ട്, എന്നാൽ ഇപ്പോൾ എനിക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. യെസ്, ദർ ഇസ് പെട്രോൾ ഇൻ മൈ കാർ, ബട്ട് നൗ ഐ എം അൺഏബിൾ ടു സ്റ്റാർട്ട് ദ കാർ. യെസ്, ദർ ഇസ് പെട്രോൾ ഇൻ മൈ കാർ, ബട്ട് നൗ ഐ എം അൺഏബിൾ ടു സ്റ്റാർട്ട് ദ കാർ. ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചോ? ഡിഡ് യു ചെക്ക് ഇഫ് ദ ബാറ്ററി ഈസ് വർക്കിംഗ്? ഡിഡ് യു ചെക്ക് ഇഫ് ദ ബാറ്ററി ഈസ് വർക്കിംഗ്? ഇല്ല, ഞാനിത് ഇപ്പോൾ ചെക്ക് ചെയ്യാം. നിർദ്ദേശത്തിന് നന്ദി. നോ, ഐ ചെക്ക് ദാറ്റ് നൗ. താങ്ക് യു ഫോർ ദ സജസ്റ്റ്യൻ. നോ, ഐ ചെക്ക് ദാറ്റ് നൗ. താങ്ക് യു ഫോർ ദ സജസ്റ്റ്യൻ. അതിപ്പോഴും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു മെക്കാനിക് ആവശ്യമായി വന്നേക്കാം. ഇഫ് ഇറ്റ് സ്റ്റിൽ ഡസൻ വർക്ക് യു മൈറ്റ് നീഡ് എ മെക്കാനിക്. ഇഫ് ഇറ്റ് സ്റ്റിൽ ഡസൻ വർക്ക് യു മൈറ്റ് നീഡ് എ മെക്കാനിക്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഐ ഗിവ് ഇറ്റ് എ ട്രൈ. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഐ ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആദ്യത്തെ ആൾ, അതായത് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ ആൾ, അയാൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, അതിൻ്റെ മറുപടി നിങ്ങൾ പറയുക. അതായത് ആ ലേഡി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. I have a problem. I can't speak English fluently. I practice, but it's hard for me to speak confidently. I have been practicing for a month now. How long does it take? Okay. I practice for an hour every day. Not really. I practice alone. I carefully watch your channel. What problem? What do you mean? So, how do I practice speaking? Okay, I want to listen and then say it out loud. Thanks. Any other tips? I'll do it right now. No, wait, there is another problem. My printer is not working. Yes, it is, but it doesn't print. Yes, there is paper, but still it doesn't work. No, I didn't. I'll try that now. I'll do that. Thanks. No, I have another problem. I can't start my car. Yes, there is petrol in my car, but now I am unable to start the car. No, I'll check that now. Thank you for the suggestion. Thank you for your help. I'll give it a try. ഇനി നമുക്ക് നേരെ തിരിച്ച് പറഞ്ഞു നോക്കാം. ആദ്യത്തെ ആൾ, അതായത് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുക. അതിന് മറുപടി പറയുന്ന ലേഡി പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. What problem do you have? Have you been practicing? How long have you been practicing? Building confidence takes time. It can take several months. How long do you practice every day? Do you have someone to practice English with? How do you practice? Oh, now I understand the problem. The problem is you are not practicing speaking. If you want to speak fluently, you need practice speaking. The first step is to listen, then repeat what you hear. Exactly. Subscribe to this channel and I will share other tips. Shall I leave now? What exactly is the problem? Is it connected to your computer? Have you checked if there is paper in the printer?
Did you try turning it off and on again? Okay, try it and let me know. Now, may I leave? What other problem do you have? Does your car have petrol? Did you check if the battery is working? If it still doesn't work, you might need a mechanic. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.